കുറച്ച് നാളുകളായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു ഗബ്രിയും അതോടെ തന്നെ ജാസ്മിനും ഉണ്ട് ഇപ്പോഴും ഇഷ്ടത്തിലാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതുകൊണ്ടെങ്കിൽ കൺഫേം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമുണ്ട് പിന്നെ അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗബ്രിക്കുണ്ടായ ആക്സിഡൻ്റ് ഒക്കെ ആയ സമയത്ത് അതിന് ശേഷമുണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗബ്രി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഗബ്രി ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇതാണ് അവതാരി ചോദിക്കുന്നുണ്ട് സിംഗിൾ ആകുന്നു എന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്ത് അടുത്തിരിക്കുന്ന ഷൈൻഡോ ചാക്കോ പറയുന്നത് ലിവിങ് ടുഗദർ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനുണ്ടെങ്കിൽ ഉടനെ പറയുന്നുണ്ട്, ഗബ്രി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ഇവരും സിംഗിളാന്നുള്ള രീതിയിലായിരുന്നു. തനിക്കുണ്ടെങ്കിൽ അത് നേരത്തെ റിലേഷൻ സെറ്റായില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ സിംഗിളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത് വെളി വന്നതിന് ശേഷം കൊണ്ട് എല്ലാവരും കൺഫേം ആകാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഇവരും ഇപ്പോൾ ഒരു ബന്ധമില്ല, വേർപിരിയും എന്നുള്ളൊരു കാര്യമാണ്. ഇതേ സമയത്ത് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് കണക്ക് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് പോകത്തില്ല, ആ സമയത്ത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയാൻ തുടങ്ങി.